ഹല്ലേലൂയ. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കർത്തൃദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ഫേസ്ബുക്കിലും യൂട്യൂബിലും കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നത്തെ വചനശിക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഈ അന്ത്യനാളുകളിൽ ആത്മാവിൻ്റെ പുതുക്കം പ്രാപിക്കുന്നവരായി തീരുവാൻ, നിത്യതയുടെ ദർശനത്തിൽ പിന്നെയും ഓരോ പടികൾ കയറുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ യെശയ്യാപ്രവചനം 66-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വായിച്ചാട്ടെ. 13. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ലുപോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തും. ശത്രുക്കളോടെ അവൻ ക്രോധം കാണിക്കും. ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. ഹല്ലേലൂയ. സ്തോത്രം. യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസനയെ അഗ്നിജ്വാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. ഇപ്പത്താൽ ജയമെടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിച്ചാണ്. 9. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിന്റെ വേർ നിലത്തും പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധകം കൊണ്ട് അത് കിളർക്കും. ഒരു തൈ പോലെ തളിർ വിടും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഓക്കെ, നമ്മൾ വായിച്ച ആദ്യത്തെ ഭാഗത്തിലേക്ക് നോക്കി. അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളംപുല്ലുപോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസനയെ അഗ്നിജ്വാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഇവിടെ യെശയ്യാപ്രവാചകൻ നമുക്ക് ഈ 66-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ ഈ 65 അധ്യായത്തിന് രത്ന ചുരുക്കമായിട്ടാണ് 66-ാം അധ്യായം വരുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലനെ ഹല്ലേലൂയ 66-ാം അധ്യായത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ ഹല്ലേലൂയ സ്തോത്രം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്തോത്രം. അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ ദൈവസന്നിധിയിൽ ആശ്വാസം. യെരൂശലേം എന്നോട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ സന്നിധി. ദൈവസന്നിധിയിൽ ആശ്വാസം പ്രാപിക്കും. ആശ്വാസം പ്രാപിക്കുന്നത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളംപുല്ല് പോലെ തഴയ്ക്കും. നമുക്കറിയാം, ഈ മഴ പെയ്ത് കഴിയുമ്പോൾ ഈ പെട്ടെന്ന് കിളർത്തുന്ന പുല്ല് അത് അടുത്ത മഴ പെയ്യുമ്പോഴത്തേനും അത് ആർത്തു കയറും. ഇതുപോലെയാ ആ അസ്ഥികൾ. ഹല്ലേലൂയ. സ്തോത്രം. എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ഇളംപുല്ല് പോലെ ബലപ്പെട്ടു വരും. ക്ഷീണിച്ചു പോയവർ. ഹല്ലേലൂയ. നമുക്കറിയാം, അസ്ഥിക്കകത്തിരിക്കുന്ന മജ്ജയ്ക്ക് ക്ഷീണം വന്നാൽ മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിനും അസ്ഥിക്കും എല്ലാം ക്ഷീണം വരും. ഹല്ലേലൂയ. സ്തോത്രം. മജ്ജയ്ക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യമുള്ള രക്തം അതിൽ കൂടെ പുറത്തു വരും. ജീസസ്. ഹല്ലേലൂയ.
എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്ന നോക്കിയേ, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥികൾ ഇളംപുല്ല് പോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ശത്രുക്കളുടെ കാര്യയിൽ പോട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം യഹോവയുടെ കൈ തന്റെ ഭക്തന്മാർക്ക് വെളിപ്പെടും. ഹല്ലേലൂയ. യഹോവയുടെ കൈയുടെ ബലം എന്താണെന്നും അതിന്റെ ശക്തി എന്താണെന്നും അതിന്റെ പ്രവൃത്തി എന്താണെന്നും തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ഹല്ലേലൂയ. പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, മിസ്രയീമിൽ 10 അടയാളങ്ങൾ ചെയ്തു. യഹോവയുടെ കൈ വെളിപ്പെട്ടു. അടുത്തത് ചെങ്കടലിങ്കൽ വന്നപ്പോൾ ചെങ്കടൽ പിളർന്നു മാറി, വെള്ളം 2 സൈഡും മതിലുപോലെ നിന്നു. ജീസസ്. ചരിത്രത്തിൽ സംഭവിക്കാത്ത കാര്യമാണ് വെള്ളം മതിലുപോലെ നിൽക്കുക എന്നുള്ളത്. ജീസസ്. ഹല്ലേലൂയ. എന്നാൽ യഹോവയുടെ കൈ അവിടെ വെളിപ്പെട്ടു തന്റെ ദാസന്മാർക്ക്. ജീസസ്. പിന്നെയും നമുക്കറിയാം, യോർദാൻ ഒരു സൈഡിൽ വെള്ളം മതിലുപോലെ നിന്നു, താഴേക്കുള്ളിടം വെള്ളം ഊർന്നുപോയി. ജീസസ്. യഹോവയുടെ കൈ അവിടെയും വെളിപ്പെട്ടു. അങ്ങനെ പഴയ നിയമ ഇസ്രായേൽ ചരിത്രത്തിലേക്ക് നോക്കിയാൽ പിന്നത്തേത് അനേക ഇടങ്ങളിൽ യഹോവയുടെ കൈ വെളിപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ വചനം ഇങ്ങനെ പറയുന്നേ, അവൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വചനത്തെ ഉറപ്പിച്ചു. ഹല്ലേലൂയ. യഹോവയുടെ കൈ വെളിപ്പെട്ടു. തന്റെ ഭക്തനായിരുന്ന സ്തോത്രം പൗലോസിന്റെ കയ്യാൽ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നു, പൗലോസിന്റെ കയ്യാൽ അസാധാരണമായ വീര്യപ്രവൃത്തികൾ നടന്നു. പൗലോസിന്റെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമുക്കറിയാം, ഹല്ലേലൂയ, പഴയ കാലത്ത് അപ്പച്ചന്മാരൊക്കെ ഒരു തോർത്ത് മടക്കി തോളയിലിടും. 2 കൊണ്ടെന്ന് ഇനി പറയും. പിന്നെ അത് ആ കാലത്ത് പിന്നെ ഇച്ചിരൂടെ പണമുള്ള റൂമാൽ എന്ന് പറയുന്ന ഒരു തോർത്ത് പോലെ, ആ ടൗല് പോലെ ഒരെണ്ണം ഇടും. ഇങ്ങനെ പല നിലകളിൽ അവരവരുടെ പ്രതാപം അനുസരിച്ചുള്ളത് ഇടും. അവര് അഭിഷക്തന്റെ മേലിൽ എന്തുണ്ടായിരുന്നു? ഒരു റൂമാലുണ്ടായിരുന്നു. ജീസസ്. ഹല്ലേലൂയ. പൗലോസിന്റെ കയ്യിൽ നിന്ന് ശരീരത്തിൽ ഇടുന്ന റൂമാൽ കൊണ്ടുപോയി രോഗികളുടെ മേലിട്ടാൽ ക്ഷണത്തിൽ അവർ സൗഖ്യം പ്രാപിക്കും, ഭൂതങ്ങൾ വിട്ടുപോകും. അങ്ങനെ അസാധാരണമായ വീര്യപ്രവർത്തികൾ പൗലോസിന്റെ കയ്യാൽ നടന്നു. ഇവിടെ പറയുന്ന യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നു. ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കും. അപ്പൊ ഇതിനിടയിലാണ് ഒരു ചോദ്യം വരുന്നത്. ജീസസ്. ഈ ഒരു പുസ്തകത്തിലേക്ക് വരാം. ഒരു വൃക്ഷമായാൽ അതിനെ വെട്ടിയാൽ പ്രത്യാശയുണ്ട്. വൃക്ഷമായതിനാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിന്റെ വേർ നിലത്തെ പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധകം കൊണ്ട് അത് കിളർക്കും. ഒരു തൈ പോലെ തളർവിടും. അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കണം. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഹല്ലേലൂയ, സ്വന്തം. എന്നാൽ മുകളിൽ പറഞ്ഞിരിക്കാന് ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. പ്രത്യാശ എന്നാ പറയാവോ? അതിനെ വെട്ടിയാലും അത് കുട്ടികളും. ജീസസ്. എന്നാൽ മനുഷ്യൻ പ്രാണനെ വിട്ടാലോ ദ്രവിച്ചു പോകും ഈ ശരീരം. പക്ഷെ പ്രത്യാശയുണ്ട്. അകത്തെ മനുഷ്യൻ ക്രിസ്തുവിലാണെങ്കിൽ അവൻ എവിടെ എത്തും? സ്വർഗത്തിലെത്തും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. പഴയ നിയമത്തിൽ ആ പ്രത്യാശ വന്നില്ലല്ലോ. അതുകൊണ്ട് ആ ചോദ്യം ചോദിച്ചത്. പുരുഷൻ മരിച്ചാൽ എവിടെ ദ്രവിച്ചു പോകുന്നു?
ഹാലേലൂയ. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഹാലേലൂയ. രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹാലേലൂയ. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. വൃക്ഷത്തെ കുറിച്ച് ഒരു പ്രത്യാശയുണ്ട്. നമ്മളറിയാം, വൃക്ഷങ്ങൾ നട്ടുവിടുമ്പോൾ മാവോ പ്ലാവോ ഹല്ലേലൂയ അങ്ങനെയുള്ള പേരമരമോ സപ്പോർട്ടയോ ഒക്കെ നട്ടാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്താ? ഇത്ര സമയം കഴിയുമ്പോൾ അത് ഫലം പുറപ്പെട്ടു വയ്ക്കും. ഇപ്പൊ എല്ലാം 1, 6, 1, 1.5, 2 വർഷത്തിനുള്ളിൽ ഫലം പുറപ്പെടുവിക്കുന്നതെല്ലാം പുതുതായി വന്നു കഴിഞ്ഞു. ജീസസ്. അപ്പം ഈ വൃക്ഷത്തെ കുറിച്ചൊരു പ്രത്യാശയുണ്ട്. ഇത്ര സമയം കഴിയുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കും. സ്വത്രം. ഇനി ഹല്ലേലൂയ, നമ്മൾ നോക്കിയേ, നല്ല വണ്ണമൊക്കെ വെച്ച് നിൽക്കുന്ന ആ മരങ്ങൾ, ഹല്ലേലൂയ സ്വത്രം, വഴിയിലോ അല്ലെ നമ്മുടെ പറമ്പുകളിലോ ഒക്കെ നിൽക്കുമ്പോൾ ചിലർക്ക് എന്നെയും അതിന്റെ അടുത്തൂടെ പോകുമ്പോൾ അവരുടെ കയ്യിൽ വെട്ടുകത്തിയോ അല്ലെ കോടാലിയോ അല്ലെ ഇങ്ങനെയുള്ള ആയുധങ്ങളുണ്ടെങ്കിൽ ചിലരെന്തെയും ആ മരത്തിലോട്ട് നമ്മൾ കുത്തിവെക്കും. ജീസസ്. വെട്ടുകത്തിയാണ് മരത്തിലെ കൊണ്ട് കുത്തിവെക്കും. ജീസസ്. ഹല്ലേലൂയ. കോടാലിയാണെങ്കിൽ അതേ കൊണ്ട് കുത്തിവെക്കും. ജീസസ്. അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ ഇതിനെ എടുത്തോണ്ട് പോകും. ജീസസ്. അവിടെ ഒരു കാര്യമുണ്ട്. സ്വത്രം. കോടാലിയാണേലും വെട്ടുകത്തിയാണേലും ഈ മരത്തെ കൊത്തിയാൽ മരമല്ലേ, അതിന് വർത്താനം പറയാൻ അറിയത്തില്ല, മിണ്ടത്തില്ലല്ലോ. സ്വത്രം. ഇതാ നമ്മുടെ ധാരണ. പക്ഷേ അതിന് വേദനിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. ഹല്ലേലൂയ. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ജീസസ്. അടുത്ത് പറയുന്നു, അതിനെ വെട്ടിയാൽ എന്നെ ചെയ്യുന്ന പറഞ്ഞേ പിന്നെയും പൊട്ടിക്കിളർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കത്തില്ല. സ്വത്രം. അപ്പോ ഹല്ലേലൂയ, വൃക്ഷമായാൽ അതിനെ വെട്ടിക്കളഞ്ഞാൽ വെട്ടുന്നിടത്ത് അത് പൊട്ടിക്കിളർക്കും. കാലാവസ്ഥ പ്രതികൂലമായി കടുത്ത വേനലാണെങ്കിൽ ചിലപ്പോൾ ആ മുകൾ ഭാഗം ഉണങ്ങിപ്പോകും. പക്ഷേ ആഴത്തിൽ വേരിറങ്ങിയിട്ടുണ്ടെങ്കിൽ ജീസസ്, എവിടെങ്കിലും വെള്ളത്തിന്റെ ഗന്ധമുണ്ടെങ്കിൽ അവരവിടേക്ക് വേഗം ചെന്ന് വെള്ളം വലിച്ചെടുക്കും, പൊട്ടിക്കളർക്കും. ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, എന്ത് ചെയ്യുന്ന പറഞ്ഞേ, അതിന്റെ വേർ നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും അത് കിളർക്കും, ഒരു തൈ പോലെ തളർന്നിടും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മരത്തെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ കൊത്തി അങ്ങോട്ട് വെക്കുന്നതും കോടാലി അതിൽ വെട്ടി വെക്കുന്നതും പിന്നെ ചില രസത്തിന് എന്ത് ചെയ്യും, 3, 4, 5 വെട്ടൊക്കെ വെട്ടി കുറെ ഭാഗം ചെത്തിക്കളയും. ജീസസ്. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിനെ ഉപദ്രവിച്ചാലും അവിടെ തന്നെ നിൽക്കും. നീ തിരിഞ്ഞു നോക്കി, കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഇങ്ങനെ വെട്ടും കുത്തും ഏറ്റവര് അനേകരില്ലേ? ജീസസ്. ഒരുപാട് പേര് വെട്ടും കുത്തുവേറ്റ് എന്ത് ചെയ്തു? ക്ഷീണിച്ച് ഉണങ്ങിപ്പോയി, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് പേര് ജീവിതത്തിൽ തന്നെ മാറ്റപ്പെട്ടു പോയി. സ്തോത്രം. എന്നാൽ മരത്തെക്കുറിച്ച്, വൃക്ഷത്തെക്കുറിച്ച് പറയുന്നത് അതിന്റെ കുറ്റി ഉണങ്ങിയാലും വേരിന് വെള്ളത്തിന്റെ ഗന്ധം അടിച്ചാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? പൊട്ടിക്കിളർക്കും. ഹല്ലേലൂയ. ജീവിതയാത്രയിൽ പലരും വന്ന് എന്ത് ചെയ്തു? ആ കൊത്തി നോക്കി, വെട്ടി നോക്കി, പലതും ചെയ്തു. ചെത്തി ഒക്കെ ചെയ്ത വിവിധ നിലകളിൽ ആ ഉപദ്രവങ്ങൾ അഴിച്ചുവിട്ടു. സ്തോത്രം. ചില സന്ദർഭങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ ഉണങ്ങിപ്പോയി. മരം വെട്ടിക്കളയുന്നത് പോലെ ജീവിതത്തെ വെട്ടിക്കളഞ്ഞ അനുഭവങ്ങൾ. ചില കുടുംബങ്ങളെ, കുടുംബനാഥന്മാരെ വെട്ടിക്കളഞ്ഞ നിമിത്തം തകർന്നുപോയ അനുഭവങ്ങൾ. സഹോദരിമാരെ വെട്ടിക്കളഞ്ഞത് നിമിത്തം തകർന്നുപോയ കുടുംബങ്ങൾ. ജീസസ്. പെട്ടെന്ന് വരുന്ന ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ നിമിത്തം ഭാര്യയോ ഭർത്താവോ പെട്ടെന്ന് മാറ്റിക്കളയുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ തലമുറകളും ശേഷിച്ചിരിക്കുന്ന വ്യക്തിയും ക്ഷീണിച്ച് തകർന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ.
പ്രത്യാശയുള്ളവർ എന്ത് ചെയ്യുന്ന പറഞ്ഞേ, എവിടെങ്കിലും വെള്ളത്തിന്റെ ഒരു ഗന്ധം കിട്ടുമോ എന്ന് നോക്കും. ജീസസ്. അഥവാ ആത്മാവിന്റെ ഒരു സ്പർശനം, ആത്മാവിന്റെ ഒരു സ്പർശനം കിട്ടിയാൽ വെട്ടിയ ഇടത്തുനിന്ന് പൊട്ടിക്കിളിർക്കുവാൻ കഴിയും. ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അനേകം ഇതുപോലെ വെട്ടേറ്റവരുണ്ട്, കൊത്തുകൊണ്ടവരുണ്ട്, ചെത്തി ഹല്ലേലൂയ അതിന്റെ വേദന അനുഭവിച്ചവരുണ്ട്. സ്തോത്രം. നമ്മൾ ആദ്യം വായിച്ച വാക്യം മറക്കണ്ട. എന്തുവാ? ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേം എന്ന് പറഞ്ഞ മഹാരാജാവിന്റെ നഗരം, അവിടെ നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. കഴിഞ്ഞ നാളുകളിൽ വെട്ടേറ്റ് തകർന്നു പോയോ, കുത്തേറ്റ് ക്ഷീണിച്ചു പോയോ, ചെത്തിയത് നിമിത്തം ഹല്ലേലൂയ വളർച്ച മുരടിച്ചു പോയോ, അല്ല വെട്ടിക്കളഞ്ഞോ, ഹല്ലേലൂയ ശേഷിച്ചിരിക്കുന്നവർ ബലപ്പെടട്ടെ, ബലപ്പെടട്ടെ. വചനം പറയുന്നു, അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ എന്റെ യേശു കർത്താവിന്റെ ആ കരത്തിന്റെ തലോടലും മാത്രമേ നമ്മൾക്ക് ആശ്വാസം തരത്തുള്ളൂ. ഹല്ലേലൂയ. യേശുവിന്റെ സന്നിധിയിലെ നമുക്കൊരു സന്തോഷം വരത്തുള്ളൂ. അതാ പറയും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. അടുത്ത പറയുന്നു, എന്നാ പറയുന്നു? ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ല് പോലെ തഴയ്ക്കും. ഓ, നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ല് പോലെ തഴയ്ക്കും. കഴിഞ്ഞ നാളുകൾ ക്ഷീണിച്ചു പോയോ? ഹല്ലേലൂയ. ഉറങ്ങിപ്പോയോ? ഹല്ലേലൂയ. പതറിപ്പോയോ? കിടന്നുപോയോ? ആത്മാവിൽ ക്ഷീണം വന്ന് ഒതുക്കപ്പെട്ടു പോയോ? പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, യേശുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യെരൂശലേമിൽ എന്തുണ്ടെന്നാ പറഞ്ഞേ? ആശ്വാസമുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ ആശ്വാസമുണ്ട്. യേശു കർത്താവ് അതാ പറഞ്ഞേ, മത്തായി 11:29-30 പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുവേ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. ആത്മാവിന് ആശ്വാസം കിട്ടും. പ്രാണൻ പൊലിയുന്നത് പോലെ, പിടയുന്നത് പോലെ, വേദനിക്കുമ്പോൾ, ഞെരുങ്ങുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ വചനം പറയുക, യേശു കർത്താവ് പറയുക, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കിട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ. എന്നിട്ടാ പിന്നെ ചോദിച്ചേ, പുരുഷനോ മരിച്ചാൽ, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഹല്ലേലൂയ. പ്രത്യാശയുണ്ടോ? പ്രാണനെ വിട്ടാൽ ഹല്ലേലൂയ നിത്യതയിലാ. പ്രത്യാശയിലാണോ? യേശുവിനോട് കൂടെയാണോ? ഹല്ലേലൂയ. പ്രാണനെ വിട്ടാൽ നിത്യതയിലാ, സ്വർഗീയ പരദീസയിലാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എവിടെ ലേഖനത്തിലേക്ക് വന്നാട്ടെ. ഹല്ലേലൂയ. ലേഖനം പിന്നെ ലൂക്കോസ്, അതിന് മുമ്പ് ലൂക്കോസ് 10:20 ഒന്ന് വായിച്ചാട്ടെ. അതുകൊണ്ട് സ്തോത്രം,
എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പി. നിങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യെരൂശലേമിൽ നിങ്ങൾ ആശ്വാസം പ്രാപിക്കും. ഹാലേലൂയ. അതേ യേശു കർത്താവ് പറയുകയാണ്, എന്നെ ചെയ്യുന്ന പറഞ്ഞേ, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പീൻ. ഹാലേലൂയ. നമുക്കറിയാം, കർത്താവ് 12 ശിഷ്യ അപ്പോസ്തലന്മാരെ കൂടാതെ 70 പേരെ കൂടെ തെരഞ്ഞെടുത്തു. എന്നിട്ട് ഈ 70 പേരെ എന്ത് ചെയ്തു? ഹാലേലൂയ. പല സ്ഥലങ്ങളിലേക്ക് 10:1 വായിക്കുന്നത്, ഓരോ പട്ടണത്തിലേക്കും ഹാലേലൂയ സ്തോത്രം സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി 2 പേര് വീതം അയച്ചു. ചുരുക്കം 35 ഇടങ്ങളിലേക്ക് 2 പേരെ വീതം യേശു അയച്ചു. എന്നിട്ട് ഹാലേലൂയ 17-ാം വാക്യത്തിൽ വരുമ്പോൾ ആ 70 പേർ എന്ത് ചെയ്തു? സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക്. അതാ വിഷയം. ഇവര് പോയി ഭയങ്കര വീര്യപ്രവർത്തികളെല്ലാം ചെയ്തിട്ടാണ് വന്നത്. അത് സന്തോഷത്തോടെ യേശുവിനോട് പറയാം. എല്ലാം കേട്ടു കർത്താവ് പറഞ്ഞു, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ജീസസ്. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും എന്ത് ചെയ്യേണ്ടത്. കണ്ടോ? അപ്പൊ കാര്യങ്ങൾ വരുന്നുണ്ടോ? ഹാലേലൂയ. മുമ്പേ പറഞ്ഞു, ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ജീസസ്. വെട്ടിക്കളഞ്ഞാൽ എന്ത് ചെയ്യും? അത് കെട്ടിക്കിളിർക്കും. ഇനി അത് ഉണങ്ങിപ്പോയാലും വേര് വെള്ളത്തിന് ഗന്ധമടിച്ചാൽ അത് പിന്നെയും കിളിർത്തു വരും. സ്തോത്രം. അടുത്ത ചോദ്യത്തിൽ ആരെങ്കിലും മനുഷ്യൻ പ്രാണനെ വിട്ടാൽ എവിടെ? മറുപടിയാണ് ഇവിടെ യേശു പറയുന്നത്. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് സന്തോഷിപ്പീൻ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അല്ല വിഷയം. പേർ സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പ് വന്നാൽ സന്തോഷമായി. കഴിഞ്ഞ നാളുകളിൽ പലരും വെട്ടി നോക്കിയിട്ടുണ്ട്, കുത്തി നോക്കിയിട്ടുണ്ട്, ചെത്തി നോക്കിയിട്ടുണ്ട്, പലരും ചെയ്തു നോക്കി. ചിലര് ക്ഷീണിച്ചതിനകത്ത് വെട്ടും തളർന്നുപോയി. ഈ വെട്ടും കുത്തും കേട്ട് ഉറപ്പോടെ നിന്നവർ അവർക്ക് എന്തുണ്ടായി? സ്വർഗത്തിൽ പേരെഴുതിയത് നിമിത്തം യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കുമെന്ന് പറഞ്ഞ വചനപ്രകാരം അവരുടെ ഹൃദയം സന്തോഷിക്കുക. എബ്രായ ലേഖനത്തിലേക്ക് വന്നാട്ടെ. എബ്രായ ലേഖനം സ്തോത്രം 12-ാം അധ്യായം 12-ാം അധ്യായത്തിന്റെ 22 മുതൽ വായിച്ചാട്ടെ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിയും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്താൽ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കേ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും. ഹല്ലേലൂയ. പിന്നെ കുറെ പേര് താഴോട്ട് പറയുന്നുണ്ടല്ലോ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന
ആദ്യജാതന്മാരുടെ സംഘം, സഭ. ഹല്ലേലൂയ. മറക്കണ്ട, കാലം മുമ്പേ വൃക്ഷത്തിന്റെ കാര്യം പറഞ്ഞ് മറക്കണ്ട, ഓർത്തിരുന്നോണം. ഹല്ലേലൂയ. വെട്ടേറ്റു, കുത്തേറ്റു, ചെത്തുകളേറ്റു, വിവിധ നിലകളിൽ ഹല്ലേലൂയ ജീസസ് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ എല്ലാം അനുഭവിച്ചു ജീസസ്. ചിലരെ വെട്ടേറ്റ് തകർന്നുപോയി ജീസസ്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം മറക്കണ്ട, യേശു കർത്താവ് പറഞ്ഞ ആദ്യത്തെ കാര്യം എന്നാ? എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. ഇവിടെ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ലിസ്റ്റായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞേച്ച് അതിന്റെ ഇടയിൽ കയറി പറയുകയാണ്, ഹല്ലേലൂയ, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്ക്. അപ്പൊ ഈ സഭയിൽ സഭയുടെ കൂടെ എന്തൊക്കെ ഉണ്ടെന്നാണ് മുകളിൽ പറഞ്ഞത്. ഹല്ലേലൂയ, ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ഏത് കാഴ്ച? ദൈവത്തിന്റെ പ്രത്യക്ഷത, പിതാവായ ദൈവത്തിന്റെ പ്രത്യക്ഷത. സ്തോത്രം, ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും, ഇത് ഭൂമിയിലെ പർവ്വതത്തെ കുറിച്ചല്ല പറയുന്നത്, സ്വർഗത്തിലെ പർവ്വതം, സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും. അപ്പം ആയിരക്കണക്കിന് ദൂതന്മാരുടെ സംഘങ്ങളുണ്ട്. ഈ കൂട്ടത്തിലാണ് ആര്? സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാർ. ഹല്ലേലൂയ. ഫസ്റ്റ് ബോൺ. ഹല്ലേലൂയ. അവിടെ നമ്മൾ പഴയത്തിൽ നോക്കിയാൽ ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും പറയുമ്പോൾ ദൈവത്തോട് പറയുന്നതിന് വേണ്ട കാര്യമുണ്ട്. ആദ്യജാതന്മാരെല്ലാം എനിക്കുള്ളവരാ. അത് മൃഗത്തിന്റെ ആണേലും മനുഷ്യന്റെ ആണേലും. പിന്നെ കഴുതയുടെ മാത്രം എന്ത് ചെയ്യണം? ആദ്യജാതനെ എന്ത് ചെയ്യണം? ഒന്നുകിൽ അതിന്റെ തല ഒടിച്ചു കളയണം, ഒടിച്ചതിനെ കൊന്നു കളയണം, അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയെ കൊണ്ട് അതിനെ വീണ്ടെടുക്കണം. ബാക്കി എല്ലാത്തിന്റെ ആദ്യജാതന്മാർ ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഹല്ലേലൂയ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി പുനരുത്ഥാനം ചെയ്ത യേശു കർത്താവിനോട് ചേർന്ന് വാഴുവാൻ, ചേർന്ന് ഇരിക്കുവാൻ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കുമെന്നുള്ള ആ വചനപ്രകാരം, പഴയ നിയമത്തിലെ പ്രവചനപ്രകാരം പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റ് വന്ന യേശു കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ആദ്യജാതന്മാരുടെ കൂട്ടം ജീസസ്. ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് എന്നെ താഴോട് പറഞ്ഞ് നോക്കിക്കേ. സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അത്രേ അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവീൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികമായി ശിക്ഷ വരും. രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയിൽ ചേരുവാൻ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ വൃക്ഷം പോലെ നിൽക്കുന്നതിനെ കണ്ടപ്പോൾ അനേകർക്ക് അസൂയ തോന്നി, അനേകർക്ക് ബുദ്ധിമുട്ടുകൾ തോന്നി. അത് നിമിത്തം അടുത്ത് വന്ന് എന്നെ ചെയ്തു? കൊത്തി നോക്കി, വെട്ടി നോക്കി, ചെത്തി നോക്കി, പലതും ചെയ്തു ജീസസ്. പക്ഷേ
ഈ വെട്ടും കുത്തും ഒക്കെ ഏറ്റ് ചില മരങ്ങൾ എന്ത് ചെയ്തു? ഉണങ്ങിപ്പോയി. ചിലതിനെ വെട്ടിയിട്ട് കളഞ്ഞു. ജീസസ്, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നില്ല. നിങ്ങൾ നിമിത്തം എന്ത് സംഭവിക്കുന്നു എന്നല്ല വിഷയം, നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല വിഷയം. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, കർത്താവിന്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കും. ഇതെൻ ടൈമാ. ഈ മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയങ്ങളിൽ പ്രശ്നങ്ങളും അധികമായി വർദ്ധിക്കും പ്രിയമുള്ളവരെ. പക്ഷേ ഹല്ലേലൂയ, എങ്ങനെ നിത്യത്തിൽ റോമാലേഖനം 8-ാം അധ്യായം 29-30 വായിച്ചേ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിനെ അവന്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവാൻ മുൻനിയമിച്ചുമിരിക്കുന്നു. നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അവൻ എന്നെ പറഞ്ഞേ, മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു സ്തോത്രം, ദൈവം മുന്നറിഞ്ഞവരെ, പിതാവായ ദൈവം ലോകസ്ഥാപനത്തിനു മുൻപേ മുന്നറിഞ്ഞവരുണ്ട്. അവരെ തൻ്റെ പുത്രനാകുന്ന യേശു അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് യേശുവിൻ്റെ ആ തേജസ്കരിക്കപ്പെട്ട രൂപത്തോട് അനുരൂപരാകുവാൻ ആ മുന്നറിഞ്ഞവരെ മുൻനിയമിച്ചു വെച്ചു. ഇത് പഴയ നിയമഭക്തന്മാരെ കുറിച്ചല്ല പറയുന്നത്, പുതിയ നിയമഭക്തന്മാരെ കുറിച്ചാണ് പറയുന്നേ. സ്തോത്രം. പിതാവായ ദൈവം മുന്നറിഞ്ഞ ഒരു വലിയ കൂട്ടം ഭക്തന്മാർ ഈ പുതിയ നിയമത്തിലുണ്ട്. ഹല്ലേലൂയ. മാളിക മുകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ദൈവസഭ സ്ഥാപിച്ച നാൾ മുതൽ യേശുവിന്റെ മടങ്ങി വരവ് വരെയുള്ള കാലയളവിലുള്ള അനേകം വിശുദ്ധന്മാര് ഹല്ലേലൂയ മുന്നറിഞ്ഞവരുണ്ട്. പിതാവിന്റെ മുൻനിർണയ പ്രകാരം യേശുവിനെ അറിഞ്ഞവരുണ്ട്. സുവിശേഷം കേട്ട് യേശുവിനെ അറിഞ്ഞവരുണ്ട്. പിതാവിന്റെ മുൻനിർണയ പ്രകാരമുള്ള ഹല്ലേലൂയ ആ പ്രിയപ്പെട്ടവർ എന്താ പറഞ്ഞേ, അനേകം സഹോദരന്മാരിൽ തൻ്റെ പുത്രനാകുന്ന യേശു ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റിട്ട് ഹല്ലേലൂയ ആ യേശുവിന്റെ ആ തേജസ്കരിക്കപ്പെട്ട രൂപത്തോട് അനുരൂപമാകുവാൻ ലോകസ്ഥാപനം മുൻപേ പിതാവ് മുൻ നിയമിച്ചു വെച്ചൊരു കൂട്ടരുണ്ട്. അവരാ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാർ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. എന്നിട്ട് ഇനി പറഞ്ഞു നോക്കിയേ, മുൻനിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ കണ്ടപ്പോ ഈ മുൻനിയമിച്ചവരെ വിളിക്കുന്ന ഒരു സമയമുണ്ട്. മുൻനിയമിച്ചവർ എവിടായിരുന്നാലും ഏതവസ്ഥയിൽ കൂടെ കടന്നു പോയാലും, മുമ്പേ പറഞ്ഞ എന്നാ വെട്ടേറ്റാലും എന്നാ കുത്തേറ്റാലും ചെത്തുകൾ വന്നാലും എന്തെല്ലാം വന്നാലും ഹല്ലേലൂയ വെട്ടിയിട്ടാലും കണ്ടില്ലേ, ചിലരെ മോർച്ചറിയിൽ എഴുന്നേറ്റ് വരുന്നത് കണ്ടിട്ടില്ലേ? മരിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ സാക്ഷ്യം കേട്ടു, മരിച്ചു കഴിഞ്ഞിട്ട് ബോഡി ചെയ്യാതിരിക്കാൻ ചെയ്യുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, ആ ഇഞ്ചക്ഷൻ ആകുമ്പോൾ ശരീരത്തിൽ കയറിയ പിന്നെ ആ ബോഡി എഴുന്നേൽക്കത്തില്ല ഒരിക്കലും. പക്ഷേ ആ സഹോദരി യേശുവിനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ആ ശരീരത്തിൽ പ്രയോഗിച്ചു, അങ്ങനെ എഴുന്നേറ്റ് വന്നു.
അപ്പോ ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കുന്നു. ഏത് സാഹചര്യത്തിലായിരുന്നാലും ഇതാ വെട്ടിക്കളഞ്ഞതാ, വെട്ടിക്കളഞ്ഞു. പക്ഷെ അവിടെ നിന്ന് എന്ത് ചെയ്തു? എഴുന്നേറ്റ് വന്നു. ഈ മുൻനിയമിച്ചവർ ഏതൊക്കെ അനുഭവങ്ങളിൽ പോയാലും ഏത് സാഹചര്യത്തിലിരുന്നാലും അവരെല്ലാം വിളിക്കുന്ന ഒരു സമയമുണ്ട്. ആ വിളിക്കുന്ന സമയത്ത് അവരെല്ലാം പുറത്ത് വന്നേ മതിയാകും. സുവിശേഷം കേട്ട് വരുന്നവരുടെ കാര്യമല്ലേ പറയുന്നത്. സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുന്നവരുണ്ട്, ഹല്ലേലൂയ, അവരിഷ്ടംപോലുണ്ട്, കോടിക്കണക്കിനുണ്ട്, ഹല്ലേലൂയ. എന്നാൽ മുൻനിർണയപ്രകാരം വിളിച്ച കൂട്ടം, ഹല്ലേലൂയ. എന്നിട്ട് അവരോട് പറയാണ്, എന്നാ പറഞ്ഞേ? ഹല്ലേലൂയ, മുൻനിയമിച്ചവരെ വിളിച്ചും നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പൊ യേശു കർത്താവ് മരണത്തെയും പാതാളത്തെയും ജയിച്ചിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ തേജസ്കരിക്കപ്പെട്ട് എഴുന്നേറ്റ് വന്നെങ്കിൽ ഈ മുൻനിയമിച്ചവരെയും അതേ രൂപാന്തരം പ്രാപിക്കാന് മുൻനിയമിച്ചത് ജീസസ്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുമെന്ന് 2 കൊരിന്ത്യർ 3:17-18 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് പോലെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് യേശുവിനെ പോലെയായിത്തീരുന്ന അനുഭവം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളിത് പ്രാപിക്കുവാനുള്ള സമയം നമ്മുടെ മുൻപിൽ ഏറ്റവും അടുത്തെത്തിയിരിക്കുക. നമ്മൾ ഇന്ന് ഈ നാളുകൾ നമുക്ക് വേണ്ടിയത് വിടുതലുകളെക്കാൾ, വിടുതൽ വേണ്ടെന്നല്ല പറയുന്നത്, വിടുതലുകളെക്കാൾ നിത്യതയുടെ പ്രത്യാശയിൽ നിൽക്കുക എന്നുള്ളതാണ്. കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളിൽ ഒട്ടനാകുന്ന വിഷാദം ചെത്തിയും കുത്തിയും വെട്ടിയും ഹല്ലേലൂയ മൊത്തമേ വെട്ടിയൊക്കെ പോരാടുമ്പോൾ അതിന്റെ മധ്യത്തിൽ നമ്മുടെ പ്രത്യാശ നിത്യതയിലെത്തുക എന്നുള്ളതാണ്. അതിൽ നിറഞ്ഞു നിൽക്കുവാൻ, അതിൽ ഉറച്ചു നിൽക്കുവാൻ, അതിനുവേണ്ടി നമ്മുടെ മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ പ്രിയമുള്ളവരെ നമുക്ക് ഈ നാളുകൾ നമ്മളെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കുക. കർത്താവ് പറഞ്ഞില്ലേ, മുൻപേ എന്റെ രാജ്യം നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും കിട്ടും. നമുക്ക് ഈ ഭൂമിയിൽ ആവശ്യമായിരിക്കുന്നത് കർത്താവ് തന്നിരിക്കും. ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ വരും, ഞെരുക്കങ്ങൾ വരും, വേദനകൾ വരും, നിന്ദകൾ, പഴികൾ, ദുഷികൾ, ഇതെല്ലാം വരും. ഇതെല്ലാം ഉള്ളതാണ്. ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കും. എന്നാൽ അതിൻ്റെ കൂടെ കഷ്ടതയോടുകൂടെ പോക്കുവഴി തരുന്ന ദൈവം ജീസസ്, പോക്കുവഴി തരുന്ന ദൈവം, കടന്നു പോകുന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽ കരം പിടിച്ചു നടത്തുന്നു യേശുവിൻ്റെ കരം. ചുറ്റുവട്ടത്ത് എന്തും സംഭവിക്കട്ടെ, നാട്ടിൽ എന്തും സംഭവിക്കട്ടെ, രാജ്യത്ത് എന്തും സംഭവിക്കട്ടെ, പക്ഷേ കരം പിടിച്ച് തന്നെ വിശ്വസ്തരായി പിൻപറ്റുന്നവരെ കരം പിടിച്ചു നടത്തുന്ന ദൈവം ജീസസ്. ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഒരു വേള നമുക്ക് ആഹാരം കിട്ടാനില്ലാത്ത ഒരനുഭവം വന്നേക്കാം. ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആഹാരം, അതായത് നമ്മുടെ അരിക്കും ഗോതമ്പിനും ഒക്കെ ഞെരുക്കം വരും. നമുക്കറിയാം, കർഷകർ മാസങ്ങളായി സമരത്തിലാണ്. വേണ്ടുപോലെ അവർ കൃഷി ചെയ്യുന്നില്ല, സർക്കാർ അത് ശ്രദ്ധിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു സമയം കഴിയുമ്പോൾ ഇതിനെല്ലാം നമ്മൾ ഞെരുങ്ങുന്ന ഒരനുഭവം വരും. ഹല്ലേലൂയ. ഒരു കാലത്ത് ഇതെല്ലാം ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നത്തേതിൽ രാജ്യം സമൃദ്ധമായി ഹല്ലേലൂയ കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതെല്ലാം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നോക്കിക്കേ, കർഷകർ മാസങ്ങളായി സമരത്തിലാണ്. അവർക്ക് വേണ്ടാത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക. ജീസസ്, ഇതൊക്കെ എന്താ വിളിച്ചു പറയുന്നു? ക്ഷാമം വരും. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം മറക്കണ്ട, ക്ഷാമം വന്നാലും കർത്താവിനെ വിശ്വസിച്ച് നിൽക്കുന്നവരെ കർത്താവ് സ്വർഗീയ ഭക്ഷണം തന്ന് പോഷിപ്പിച്ചിരിക്കും. ഉറപ്പ് പ്രാപിക്കണം.
ക്ഷീണം വരികയല്ല, പതറുകയല്ല, ഓടി നടക്കല്ല, ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏലിയാവ് പറഞ്ഞു, മതി കർത്താവേ, ഇനി ഞാൻ മരിച്ചേക്കാം, എന്നെ അങ്ങ് എടുത്തു. അപ്പൊ ഇത് ചൂരച്ചെടിയിലെ തണലിൽ കിടന്നാ പറയുന്നത്. അപ്പോ ആരെയും എന്നിട്ട് പറഞ്ഞു വെച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൻ്റെ ദൂതൻ അടുത്ത് വന്നു, തട്ടി എഴുന്നേൽപ്പിച്ചു. അപ്പൊ നോക്കുമ്പോ കനലിൽ ചുട്ട അടയും വെള്ളവും ഇരിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രണ്ടാം പ്രാവശ്യം കൊടുത്തു. ആഹാരത്തിന്റെ ബലം കൊണ്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ നടക്കാൻ 40 പകലും 40 രാവും നടക്കാനുള്ള ബലം ആ രണ്ടപ്പത്തിൽ നിന്ന് വന്നെങ്കിൽ ജീസസ് ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നടത്തുവാൻ ശക്തനായ ദൈവം. മറക്കരുത് പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്, നിത്യതയാ. ഇവിടുത്തെ വിഷയങ്ങൾ നമ്മെ ക്ഷീണിപ്പിക്കരുത്, തളർത്തരുത്, ഞെരുങ്ങരുത്. റേഷൻ കടയിൽ റേഷൻ ഇല്ലെന്നും പറഞ്ഞ് ഒരു വേള നാളെ പറഞ്ഞേക്കാം ഇനി റേഷൻ ഇല്ലെന്നും. കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നേ. സ്വത്ത് പിന്നെ ചില വ്യക്തികളുടെ കടകൾ ഇഷ്ടംപോലെ രാജ്യത്തെല്ലാം തുറക്കുന്നുണ്ട്. ഒരു വേള കൽപ്പന വരും, ഓർഡർ വരും, റേഷൻ കടയില്ല, ഇനി ആ കടയിൽ പോയി മേടിച്ചു വന്നു ജീസസ്. പക്ഷെ അവിടെയും മറക്കണ്ട, ദൈവം തന്നെ ജനത്തെ പോഷിപ്പിച്ചിരിക്കും. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചെങ്കിൽ, ഹല്ലേലൂയ, 30 ലക്ഷത്തിലധികം ജനത്തിന് 40 വർഷം സമൃദ്ധമായ ആഹാരം കൊടുക്കെങ്കിൽ, പ്രത്യേകം എടുത്തു പറഞ്ഞാൽ വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ ശക്തിമാന്മാരുടെ ആഹാരം കൊടുത്തവരെ പോഷിപ്പിച്ചു. ആ ദൈവം ശക്തനാവുന്നവരെ. ഹല്ലേലൂയ. മുൻപോട്ട് പ്രതികൂലങ്ങൾ ശക്തമാകും, പ്രശ്നങ്ങൾ വർദ്ധിക്കും. ഹല്ലേലൂയ. എന്നാൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നു നമ്മുടെ പ്രത്യാശ. അനേകം സഹോദരന്മാരിൽ അധ്യാപനായി ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് അതേ തേജസ്കരിക്കപ്പെട്ടതുപോലെ നാമും ഒരു നാൾ തേജസ്കരിക്കപ്പെടേണ്ടവരാ. കാഹളം ധ്വനിക്കുന്നതിന് മുൻപ് മരിച്ചടക്കപ്പെട്ടെങ്കിൽ അവിടെ നിന്ന് തേജസ്കരിക്കപ്പെട്ട് നമ്മൾ എഴുന്നേറ്റ് വരും. അല്ല, കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ തേജസ്കരിക്കപ്പെട്ട് ഇവിടുന്ന് പറന്നു പോകുവാനിടയാകും. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1-2 വാക്യങ്ങൾ നമുക്ക് ഇതിനോട് ചേർന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 32:32 വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 32:32. എങ്കിലും നീ അവരുടെ മോശ ദൈവത്തോട് പറയുക, എങ്കിലും ദൈവമേ ഈ ജനത്തിന്റെ പാപത്തെ ക്ഷമിക്കണം. അല്ലെങ്കിൽ അങ്ങ് എഴുതിയ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമേ. ഹല്ലേലൂയ. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ലാത്തവരെല്ലാം എവിടെട്ടാ? അഗ്നിപ്പൊയ്കയിലെ ഗന്ധകവും തീയും കത്തുന്ന തീപ്പൊയ്കയിലേക്ക്. ഇവിടെ മോശ പറയാണ്, ദൈവമേ നീ അവരോട് ക്ഷമിക്കണം. അവർ പാപം ചെയ്തു പോയി, ജനം പാപം ചെയ്തു. അല്ലെങ്കിൽ അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എന്റെ പേര് അവിടെ മാറ്റുക. ഹല്ലേലൂയ. ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്ന കണ്ടോ? ഹല്ലേലൂയ. പേര് മാഞ്ഞു പോയാൽ തീപ്പൊയ്ക ബലമെന്ന് മോശയ്ക്ക് അറിഞ്ഞോണ്ടാ മോശ എന്ന് പറഞ്ഞത്. ജീസസ്. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മാഞ്ഞു പോയാൽ തീപ്പൊയ്ക ബലം.
ഹാലേലൂയ. എന്നാലും ജനത്തിനു വേണ്ടി ദൈവത്തോട് ഇടിവിൽ നിൽക്കുക. ഹാലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്പൊ ഇതുപോലെ നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങൾ കണ്ടിട്ട് ഇട്ടോടിപ്പോകാനല്ല, ഉറച്ചു നിൽക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. 69-ാം സങ്കീർത്തനം 28 എന്ന് വായിച്ചാൽ 69-ാം സങ്കീർത്തനം 28. 61-ാം സങ്കീർത്തനം 28-ാം വാക്യം. ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവരെ മായ്ച്ചു കളയണമേ. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ. നീതിമാന്മാരോട് കൂടെ അവരെ എഴുതരുതേ. ഞാനോ എളിയവനും ദുഃഖിതനുമാകുന്നു. ദൈവമേ നിന്റെ രക്ഷ എന്നെ ഉയർത്തണമേ. ദൈവമേ നിന്റെ രക്ഷയാൽ എന്നെ സങ്കീർത്തനക്കാരൻ നിലവിളിക്കുക. ഒന്നുകൂടെ തുടക്കം വായിച്ചേ. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണം. അത് പഴയ നിയമത്തിലെ ഇതായതുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു മധ്യസ്ഥത ഇല്ല. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ അവരോട് ക്ഷമിക്കണമേ, മോശമേ പറഞ്ഞ കാര്യം പോലെ എന്ന് പറയാനേ ഉള്ളൂ. മായ്ച്ചു കളയാൻ അങ്ങോട്ട് പറയാൻ അനുവാദമില്ല. യേശുവിന്റെ കാലത്ത് ശിഷ്യന്മാര് ഇവര് ശബരിയിൽ കൂടെ പോയപ്പോൾ അവർ യേശുവിനെ കൈക്കൊള്ളാഞ്ഞത് കൊണ്ട് ശിഷ്യന്മാർ 2-3 പേർക്ക് കോപം വന്നു. ഉടനെ അവർ പറഞ്ഞു, കർത്താവേ, ഏലിയാവ് ഏതുപോലെ ആകാശം നീ ഇറങ്ങി ഇവരെ ദയിപ്പിച്ചു കളയാൻ ഞങ്ങൾ പറയട്ടെ. യേശു ശാസിച്ചവരെ, നിങ്ങളേതാത്മാവിനധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണനെ നശിപ്പിക്കാനല്ല, രക്ഷിപ്പാനത്രേ വന്നു. അതുകൊണ്ടാ പ്രിയമുള്ളവര്, കർത്താവ് പറഞ്ഞ ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കാൻ. ഹല്ലേലൂയ. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാ. പിശാചരുടെ ബുദ്ധി കയറി ഓരോന്ന് കാണിക്കുമ്പോൾ ആ എളിയ മനുഷ്യൻ അല്ല ചെയ്യുന്നത്, പിശാച് ചെയ്യിപ്പിക്കുക. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. താങ്ക് യു ജീസസ്. യെശയ്യാപ്രവചനം 4:3 വായിച്ചാട്ടെ. യെശയ്യാപ്രവചനം 4:3. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ട്, ദാഹത്തിന്റെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയുകയും യെരൂശലേമിന്റെ രക്തപാതകം അതിന്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യെരൂശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും ഇങ്ങനെ യെരൂശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ. ഹല്ലേലൂയ. അവിടെ നോക്കിക്കേ. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയും. ഹല്ലേലൂയ. പിന്നെ യെരൂശലേമിന്റെ രക്തപാതകം അതിന്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യെരൂശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും ഇങ്ങനെ യെരൂശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ. കണ്ടോ, ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്നവർ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണെങ്കിലും പുതിയ നിയമത്തിലും അത് അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവും. അപ്പം ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്നവരുടെ ഏവനും തന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞ വിശുദ്ധനെന്ന് വിളിക്കപ്പെടും. സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലങ്ങളിന്മേലും അതിന്റെ സഭായോഗങ്ങളിന്മേലും പകലിനെ ഒരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. ഹല്ലേലൂയ.
അപ്പൊ നോക്കിക്കേ, ഈ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനെയും എന്ത് ചെയ്യുന്ന പറഞ്ഞേ? വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. അവനി പോരാഞ്ഞിട്ട് ദൈവത്തിന്റെ സ്നേഹം പറയുകയാണ്. എന്താ പറയുന്നു? യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. ആരാധിക്കുന്ന ജനത്തിന്റെ മേൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ തേജസ്. നമുക്കറിയാം, ഇസ്രായേലിൽ നടത്തിയപ്പോൾ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവരെ നടത്തിയെങ്കിൽ ആരാധിക്കുന്ന ജനം പേരെഴുതി ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്നവരെ വിശുദ്ധന്മാരെന്ന് വിളിക്കുമ്പോൾ, ഈ വിശുദ്ധന്മാർ ആരാധിക്കുമ്പോൾ അവരുടെ മേൽ എന്തിറങ്ങി വരുമെന്നാ പറഞ്ഞേ? ആരിൽ? ദൈവത്തിന്റെ മേഘം, പാലിൽ പുകയും രാത്രിയിൽ അഗ്നിജ്വാലയായും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നവരെ നടത്തും. ഓ ജീസസ്, എത്ര ശക്തമേറിയ വാഗ്ദത്തം പ്രിയമുള്ളവരെ! ഇതിങ്ങനെ തന്നെ സംഭവിക്കാൻ പോവുക വരുന്ന നാളുകളിൽ. ഹല്ലേലൂയ. വരുന്ന നാളുകളിൽ പലതിനും പ്രയാസങ്ങൾ നേരിടും. വീണ്ടും പോലെ ആരാധിക്കുവാൻ കഴിയാത്ത നാളുകൾ വരും. എന്നാൽ അവിടെയും വാസ്തവമായി വിശുദ്ധനെന്ന് പേർ വിളിക്കുന്നവരുടെ കൂട്ടങ്ങളുണ്ടാകും. അവര് കൂടിയിരുന്ന് ആരാധിക്കുമ്പോൾ അവരുടെ മേഘം ഇറങ്ങി വരും, പുകയും ഹല്ലേലൂയ സ്തോത്രം കൂട്ടത്തിൽ ഇറങ്ങി വരും. അഗ്നിജ്വാലയുടെ പ്രകാശം രാത്രിയിൽ വെളിപ്പെടും. ഇത് ഇറങ്ങി വന്ന് എന്ത് ചെയ്യുമെന്നറിയാമോ? മൂടി നിൽക്കും. ശത്രു കാണത്തില്ല. ജീസസ്. മേഘവും പുകയും കൂടി ഇറങ്ങി നിന്നാൽ ആർക്ക് കാണാൻ കഴിയും? ജീസസ്. ശത്രു ഉന്തിത്തള്ളി വിടുന്നവർക്ക് കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. രാത്രി അഗ്നിജ്വാല വെളിപ്പെട്ടാൽ, അഗ്നിജ്വാല കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ദൈവത്തിന്റെ തീ കണ്ടാൽ ആരടുത്ത് വരും? ഹല്ലേലൂയ. ഉദാഹരണം, യേശുവിനെ ഹല്ലേലൂയ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കുത്തുകൊണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? ആ പള്ളിയിരുന്ന സിനഗോഗ് എന്ന് പറയുന്ന പള്ളിയിരുന്ന സ്ഥലം ഒരു മലയുടെ മുകളിലായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇവർ യേശുവിനെ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കളയാമെന്ന് വിചാരിച്ച് യേശുവിന് ചുറ്റും കൂടി. പക്ഷെ യേശു കോപത്തോടെ ഇവരെ നോക്കിയതേ ഉള്ളൂ. ഇവർ അന്ധരായി പോയി. അവരുടെ ഇടയിൽ കൂടെ യേശു നടന്നുപോയി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ അങ്ങനെ സംഭവിക്കും. വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് വേണ്ടി അവിടെ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്നവരെ വിശുദ്ധൻ എന്ന് വിളിക്കുമ്പോൾ വിശുദ്ധന്മാർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന അത്യുന്നതന്റെ മറവ് ജീസസ് വെളിപ്പെടാൻ പോകുന്ന നാളുകളാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനൊരു ഉദാഹരണം പറയാം. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം, ഹല്ലേലൂയ ബഹുബുദ്ര കാലത്ത് ഹല്ലേലൂയ സ്തോത്രം യെരൂശലേമിലേക്ക് ഏലിയാവും മോശയും അങ്ങനെ ഇറങ്ങി വരും. ജീസസ്. ഹല്ലേലൂയ. അവർ ജീവിച്ചിരുന്ന കാലത്ത് എന്തൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തോ 3.5 വർഷം അവരത് ചെയ്യും. ജീസസ്. അപ്പോഴേക്കും പിശാചിന് ഇവരോട് ഭയങ്കര കോപമാകും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്ത് അവരെ രണ്ടുപേരെയും കൊല്ലും. ജീസസ്. അവരുടെ മൃതശരീരം ആ വഴിയിൽ തന്നെ കിടക്കും. 3 ദിവസം കിടക്കും. അവരെ അടക്കുവാൻ ജനം സമ്മതിക്കത്തില്ല. പക്ഷെ 3-ാം ദിവസം ഹല്ലേലൂയ ഒരു ശബ്ദം കേൾക്കും, ഇവിടെ കയറി വരുവീൻ. ആ ശബ്ദം ഇവരിലേക്ക് വരുമ്പോൾ ആത്മാവിന്റെ ശക്തിയും കൂടി ഇറങ്ങി വന്നിട്ട് ഇവർ ജീവിച്ചെഴുന്നേൽക്കും, കാലൂന്നി നിൽക്കും. ഇത് കാണുമ്പോൾ ഇത് ഹല്ലേലൂയ ലോകം മുഴുവൻ ഇന്റർനെറ്റ് വഴി കണ്ടുകൊണ്ടിരിക്കും. കാണുമ്പോൾ തന്നെ അനേകർ ബോധം കെട്ട് വീഴും. ഹല്ലേലൂയ. ഇവരടുത്ത നിമിഷം ആകാശമണ്ഡലത്തിലേക്ക് എടുക്കപ്പെടും, സ്വർഗത്തിലേക്ക് അവർ എടുക്കപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ
രക്തത്താൽ ജയമെടുക്കും. നാം പറഞ്ഞു വന്ന ഭാഗം മറക്കരുത്. ഹല്ലേലൂയ. എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, ഹല്ലേലൂയ, സ്തോത്രം, ജീവനുള്ളവരുടെ കൂട്ടത്തിലാകുവാൻ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. വെട്ടും കുത്തും ചെത്തും ഒക്കെ വെട്ടിക്കളയുന്ന അനുഭവങ്ങളൊക്കെ വരും. അതൊന്നും കണ്ട് ഭാരപ്പെടണ്ട. കഴിഞ്ഞ നാളുകളിൽ ഈ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ അനേകർ എനിക്കറിയാം, എന്നെ കേൾക്കുന്നവരുണ്ട്. പക്ഷെ മറക്കണ്ട, നിങ്ങൾ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയവരാണോ? നിശ്ചയമായും നിങ്ങൾ വിശുദ്ധരെന്ന് വിളിക്കപ്പെടുക മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി അത്യുന്നതന്റെ മറവ് വെളിപ്പെട്ടു വന്നിരിക്കും. അതിനാനിതാണ് പിശാചെന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ദൈവം തന്റെ ജനത്തെ കൈവിടത്തില്ല. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഏലിയാവ് ജീവിച്ചിരുന്ന കാലത്ത് ഇസ്രായേലിൽ വലിയ ആശയായിരുന്നു ഏലിയാവിനെ കൊല്ലണമെന്ന്. പക്ഷെ നടന്നില്ല. പിശാച് വിചാരിക്കണ്ട ഇപ്പൊ നടന്നല്ലോ എന്ന്. പക്ഷെ പിശാചിന്റെ പദ്ധതിയെ പൊളിച്ചുകൊണ്ട് 3-ാം നാൾ അവർ ഉയർത്തെഴുന്നേറ്റു. ജീസസ്. ഹല്ലേലൂയ. ഇങ്ങനെയെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. ജീവനുള്ള കൂട്ടത്തിൽ പേരെഴുതിയ വിശുദ്ധന്മാർ, ജീസസ്, അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം ഈ നാളുകളിൽ ശക്തിയോടെ വെളിപ്പെടുന്ന കാണുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കതിനു വേണ്ടി ഒരുങ്ങാം. പ്രതികൂലങ്ങൾ അനവധി മുന്നിൽ വെളിപ്പെടും. പ്രതിസന്ധികൾ അനവധി മുന്നിൽ വെളിപ്പെടും. ഒന്നും കണ്ടിട്ട് ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട. ഉറച്ചു നിൽക്കുവാൻ. നമുക്കെതിരെ വെട്ടും കുത്തും എല്ലാം കടന്നു വരും. ചെത്തുന്ന അനുഭവങ്ങൾ കടന്നു വരും. ഭാരപ്പെടണ്ട, ഉറച്ചു നിൽക്കാം. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അനേക സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതെല്ലാം കേട്ട് ക്ഷീണിച്ചു പോകാതെ, ഹല്ലേലൂയ, സ്തോത്രം, ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതപ്പെട്ടവരാണോ? ഹല്ലേലൂയ. ഉറച്ചു നിൽക്കാം. വിശുദ്ധരെന്ന പദവിയിൽ നിന്നുകൊണ്ട് സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ തുടങ്ങിയ കുറിവാക്യം മറക്കണ്ട. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ, ഓ കർത്താവ് പറഞ്ഞ വാക്തത്വം നോക്കിക്കേ, അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അനേകയിടങ്ങളിൽ ആരേലിയ പ്രതികൂലങ്ങൾ ശക്തമായി നടക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ ജോലിക്ക് ഇതൊന്നും കർത്താവാണ്. പ്രിയമുള്ളവരെ, അവർക്കൊരു സമയം വെച്ചിട്ടുണ്ട്. ഉദാഹരണം നോക്കിയാൽ പഴയ നിയമത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അബ്രഹാം ഹല്ലേലൂയ, സ്തോത്രം, യാഗം കഴിച്ചപ്പോൾ എന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അവിടെ ദൈവം അബ്രഹാമിനോട് പറയുന്നറിയാം, അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. ഓരോന്നിനും ഓരോ സമയം ദൈവം വെച്ചിട്ടുണ്ട്. ബാബേലിലെ സംസ്ഥാനം നെബൂഖദ്നേസർ എന്ന മഹാരാജാവ് ഇസ്രയേലിനെ തകർത്ത് തരിപ്പണമാക്കി. ദൈവാലയം ഇടിച്ച് തകർത്ത് അതിന് തീയിട്ട് ചുട്ട് അത് പൊതിഞ്ഞിരുന്ന താമ്രവും സ്വർണവും വെള്ളിയും എല്ലാം ഹല്ലേലൂയ പൊളിച്ചെടുക്കുക മാത്രമല്ല, അതിന്റെ ഭിത്തിയെ പൊതിഞ്ഞിരുന്ന താമ്രപ്പാളികൾ ഹല്ലേലൂയ ആ അടിസ്ഥാനം വരെ ഉണ്ടായിരുന്നുകൊണ്ട് അതെടുക്കാൻ വേണ്ടി തീയിട്ടിട്ട് അത് ഉരുകി അടിസ്ഥാന കല്ലുകളിലേക്ക് ഇറങ്ങിയത് നിമിത്തം അടിസ്ഥാന കല്ലുകളെ ആനയെ കൊണ്ട് കെട്ടി വലിപ്പിച്ച് ഇളക്കി മാറ്റിയിട്ടാണ് ആ താമ്രം എടുത്തത്. അതുകൊണ്ട് തന്നെ ദൈവം അവിടെ കുറിച്ചു വെച്ചു, എന്റെ മന്ദിരത്തെ തകർത്തവൻ അതുപോലെ തകർക്കപ്പെട്ടു. 3 തലമുറ അല്ലെങ്കിൽ നെബൂഖദ്നേസർ അവന്റെ മകൻ ഈ 3 രാജാക്കന്മാർ ഭരിച്ചു. അത് ദൈവം പറഞ്ഞ ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നതിനെല്ലാം ഒരു സമയമുണ്ട്. ആ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം പ്രതികാരകനായി, നമ്മൾ മുമ്പേ വായിച്ച ഭാഗത്തുണ്ടല്ലോ യെശയ്യാപ്രവചനത്തിൽ, ഹല്ലേലൂയ, ആ എഴുന്നേറ്റ് വരും. അതൊന്നും എടുക്കാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എന്താ വായിച്ചത്? യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും.
ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും അഗ്നിജാലകളോടും കൂടെ അഗ്നിയിൽ പ്രത്യക്ഷനാകും. ഒരു സമയം വെച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ. സമയം വരെ നിങ്ങൾ ചെയ്തു, നിങ്ങൾ എന്തും ചെയ്തു. പക്ഷേ അഗ്നിജാലയിൽ പ്രത്യക്ഷമാകുന്ന ഒരു സമയമുണ്ട്. അന്ന് ഇവരെല്ലാം തകർന്ന് തരിപ്പണമാണ്. ഒരു രാജ്യം, ഒരു പ്രസിഡന്റും നിലനിൽക്കത്തില്ല. എല്ലാം തകർന്ന് തരിപ്പണമായി പോകും. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ നാളുകളിൽ അതെ നമ്മെ ആശ്വസിപ്പിക്കുന്ന പോലെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. എവിടെ ആശ്വാസം ഉണ്ടെന്നാ പറഞ്ഞേ? യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തിയല്ല. യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തിയല്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. മറക്കണ്ട പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ച വാക്യങ്ങളൊന്നും ഒന്ന് ഓർത്തു വെച്ച് പിന്നെ ഒന്ന് വായിച്ച് ധ്യാനിക്കുന്നത് വലിയ അനുഗ്രഹമായിരിക്കും. വലിയ അനുഗ്രഹമായിരിക്കും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. കടന്നു പോകുന്ന അനുഭവങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ഞരങ്ങണ്ട. ഹല്ലേലൂയ. യേശുവിന്റെ സന്നിധിയിൽ നമുക്ക് ആശ്വാസമുണ്ട്, വിടുതലുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. വിടുതലില്ലെന്ന് പലരും പറയും, വിടുതലില്ലെന്ന് പലരും പറയും. പക്ഷേ യേശുവിന്റെ സന്നിധിയിൽ വിടുതലുണ്ട്. അതിനുവേണ്ടി നമുക്ക് അടുക്കുകയല്ല. ഓ റബറഖമനമസിയാന്തരാതി അർക്കപ്രവരകരായി ചെയ്തവരെ അറകാരകര ഹറകാരകതര അതുരാരകര ഹടകാരാജ അന്തരമധുര വറുഖവരേതക രാജകരസ്ഥരം അർത്ഥക്ഷവര കറുഖവരേതിക നന്ദരഘടന ഔഡപ്രവരക റൈഷേറിവരെ. വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് മഞ്ഞുമല ഇടിഞ്ഞു വീഴുന്നത് പോലെ ദൈവതേജസ് ഇറങ്ങുകയാണ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. റൂവൽ കറുകര കർഷേറിവരെ അന്തരവധുരേ വൗരേറുവരെ റാവുഷക്കരകര കർഷേറിവരെ ഔടാറവരാടകാറിവരെ അത്തുലമധുര വൗഡപ്രവര റൈഷാറവര ഹറകാറികതര അന്തരകരകര ഘടകാരികര അർത്ഥപ്രവര. Thank you, Holy Spirit. Hallelujah. 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 എവിടെയോ ഒരു പെൻ സ്റ്റോക്ക് പൈപ്പ് പൊട്ടുന്ന കാഴ്ച ദൈവാത്മാ കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ സ്റ്റേറ്റിൽ പെൻ സ്റ്റോക്ക് പൈപ്പ് പൊട്ടി. അന്ന് കാണാതെ പോയ 2 വ്യക്തികളെ കുറിച്ച് ഇന്നും ഒരറിവില്ല. ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർമാരായിരുന്നു. ജീസസ്. ഓ ബന്ധുപ്രവരകറൈഷേറിവരെ അർദ്ധിനി ചിമി ഘടകപദം തിരികെ ഘടകം അർദ്ധനാറികരാധകനാദിന ആൽക്കര പ്രവരകരം ഷേറിവരെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. ആത്മമണ്ഡലം തുറക്കുന്നുണ്ട് ആർത്തിയുള്ളവർക്ക്, ആർത്തിയുള്ളവർക്ക്. ഹല്ലേലൂയ. അതിലേക്ക് പ്രവേശിക്കുവാൻ, പ്രാപിക്കുവാൻ ആർത്തിയുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. വരാൻ പോകുന്ന നാളുകളിലെ കുറിച്ചുള്ള ആലോചനകൾ പ്രാപിക്കുവാൻ, ആത്മതലങ്ങൾ കയറുവാൻ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരാർത്തി വരട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. വെണ്ണക്കിണറൊക്കെ കത്തുമ്പോൾ അതിങ്ങനെ പുകയിങ്ങനെ പൊങ്ങി കറുത്ത പുകയിങ്ങനെ ആകാശം മുട്ട പൊങ്ങും. ഹല്ലേലൂയ. അതുപോലെ ജീസസ് പൊങ്ങി വരുന്ന കറുത്ത പുക, അവിടേക്ക് ശക്തമായ ദൈവ തേജസ് ഇറങ്ങി അതിനെ ഒതുക്കി താഴേക്ക് ഒതുക്കി കളയുന്ന ഒരു ദൈവ പ്രവൃത്തി ദൈവാത്മാവ് വെളിപ്പെടുത്തുകയും ഐശാചിക മണ്ഡലം എന്തോ ശക്തമായ പ്രവൃത്തിക്ക് വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ ശക്തമായി വെളിപ്പെട്ടത് കൊണ്ട് അത് അങ്ങനെ ഒതുങ്ങിപ്പോയി. എന്നാൽ അതിന്റെ ചില കാര്യങ്ങൾ നാം കേൾക്കും വരുന്ന നാളുകളിൽ. ജീസസ് ഹല്ലേലൂയ. ദൈവജനം ഉണർന്നു പ്രാർത്ഥിക്കട്ടെ, ദൈവജനം ഉണർന്നു പ്രാർത്ഥിക്കട്ടെ. വചനത്തിലേക്ക് ദൈവജനം ശക്തമായി തിരിയട്ടെ. വഴിയിൽ തടുക്കുന്നവൻ നീങ്ങിപ്പോകണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടുമെന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ല. പ്രിയമുള്ളവരെ, പൈശാചികൻ ശക്തമായ പല പ്രവൃത്തികളും അഴിച്ചുവിടുന്നുണ്ടെന്നാൽ പലതും വേണ്ടുപോലെ വെളിപ്പെടാത്തത് വഴിയിൽ തടയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ പരിവർത്തനമാണെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. അല്ലെങ്കിൽ നമുക്കറിയാം 220 kV ലൈൻ അത് അതിന്റെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ട് അനേക ഇടങ്ങളിലേക്ക് വന്ന് പട്ടണങ്ങളെ ഗ്രാമങ്ങളെ ഒക്കെ വെളിച്ചം പകരുന്നത് ആ ലൈനാണ്. എന്നാൽ ആ ലൈനെ പൊട്ടിച്ചാൽ നോക്കിയാൽ എവിടേക്ക് ചെല്ലുന്ന ആ ദേശം മുഴുവൻ ഇരുട്ടിലായി പോകും. ഇതുപോലെ അല്ലെങ്കിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തെ മാറ്റിവിട്ടുകൊണ്ട് ദേശങ്ങൾ ഓൾറെഡി നമുക്കറിയാം രാജ്യം അന്ധകാരത്തിന്റെ കീഴിലാണ്. അവിടെ ഇവിടങ്ങളായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തെ തേജസ്സിനെ മാറ്റിവിടുവാൻ, പ്രകാശം പകരുന്ന ആ കമ്പി പൊട്ടിച്ചു കളയുവാൻ പൈശാചിക ശക്തി മുഴുവനത്തോടെ പോരാടുന്നുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ദൈവജനം ഉണർന്നു പ്രാർത്ഥിക്കട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ കർത്തൃ ദിവസത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, അങ്ങേ ആരാധിപ്പാൻ, അങ്ങയുടെ വചനം കേൾക്കുവാൻ കർത്താവ് ഞങ്ങളോട് കൃപ തോന്നിയും നന്ദിയോടെ സ്തുതിക്കും. കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും തുടർന്ന് കേൾക്കുന്നവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, ഞരങ്ങുന്നവരുണ്ട്, കടഭാരമുള്ളവരുണ്ട്, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, കോവിഡിനാൽ കഷ്ടപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ സമാധാനമില്ലാത്തവരുണ്ട്, കുടുംബജീവിതം തകർന്നവരുണ്ട്. കർത്താവ് മനസ്സറിയണമേ, മനസ്സറിയണമേ. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. യേശുവേ ഹല്ലേലൂയ. മക്കൾ കൈവിട്ട മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ. ഓ ജീസസ് ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. വഴികൾ തുറന്നു വരട്ടെ. In the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ചു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ചു നിങ്ങളെ കാക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്നു
പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മെസ്സേജ് യൂട്യൂബിലുമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കും. സുവിശേഷം പറയുവാൻ കഴിയത്തില്ലെങ്കിലും ഈ മെസ്സേജുകൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് തന്നെ ഒരു സുവിശേഷം പറയുന്നത് പോലെ തന്നെയാണ്. അത് നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.